ഹൈസ്കൂളിൽ പഠിച്ച ആളാണ്, പനങ്ങാട് ഹൈസ്കൂളിൽ. വലിയ പാടായിരുന്നു ഇംഗ്ലീഷ് വായിക്കാനല്ല, നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുമായിരുന്നു. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, മറിച്ചാണ് ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് പറയണവരെ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവർ പറഞ്ഞു. ഞാനൊരു അവസരം തന്നതിന് ഞാൻ മനോരമയോട് പ്രത്യേകമായ നന്ദി പറയുന്നു. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും വലിയ ഭയം, വലിയ കൺസേൺ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ നിങ്ങളുമായിട്ടൊരു അകൽച്ച ഉണ്ടാവുമെന്നാണ്. എൻ്റെ ആഗ്രഹം നിങ്ങൾ സംസാരിക്കുന്ന ഒരു വൊക്കാബുലറി എനിക്ക് ഉണ്ടാക്കണമെന്നാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ വേറെയാണ്, അത് ഇവർക്കൊന്നും അറിയില്ല, നമുക്കറിയാം. ആ ഭാഷയിൽ സംസാരിക്കണം, നിങ്ങളുമായിട്ട് എപ്പോഴും ഇന്ററാക്ഷൻ നടത്തണം എന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ധാരണ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നമാണ് അല്ലേ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ധാരണ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമാണെന്നാണ്. അല്ല, നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി സ്വപ്നമാണ്. നിങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ. നിങ്ങളാണ് ഈ നാടിന്റെ സമഗ്രമായ മാറ്റം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ തളർന്നുപോയാൽ, നിങ്ങൾ വേറെ വഴിയിൽ യാത്ര ചെയ്താൽ പിന്നെ നമ്മുടെ നാടുണ്ടാവില്ല, രാജ്യവും ഉണ്ടാവില്ല, സംസ്ഥാനവും ഉണ്ടാവില്ല. അപ്പം നിങ്ങളാണ് ശരിയായ വഴിക്ക് ഞങ്ങളെ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട ഒരു തലമുറ, ഉത്തരവാദിത്വമുള്ള തലമുറ. എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ ഈ ചെറുപ്പം, യുവത്വം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മളൊരു ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ, നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ, നമ്മുടെ സമൂഹത്തെ കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് ആണ് വായന എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാം മിടുമിടുക്കുകളാണ് പഠിക്കാൻ, മിടുമിടുക്കന്മാരാണ് പഠിക്കാൻ, വലിയ നിലയിലെത്തും, സംശയമില്ല. ഒരു വലിയ ഡോക്ടറായി, പക്ഷെ മനുഷ്യപ്പറ്റി തീരെയില്ല, പോയില്ലേ? അപ്പൊ നമ്മൾ മനുഷ്യനെ അറിഞ്ഞ്, സമൂഹത്തെ അറിഞ്ഞ്, ചുറ്റുപാടുകളെ അറിഞ്ഞ് നമ്മൾ വളരണം. വായന എന്ന് പറയുന്നത് വലിയ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവാണ്. നമ്മൾ ഇതുവരെ കാണാത്ത അത്ഭുതകരമായൊരു ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവാണ്. ഞാൻ വായിക്കുമ്പോൾ ഞാൻ പരമാവധി ലിറ്ററേച്ചർ വായിക്കാൻ നോക്കും. മലയാളത്തിലുള്ള എല്ലാ വലിയ എഴുത്തുകാരുടെ എല്ലാ പുസ്തകങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും പരമാവധി. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വായിക്കാതെ വേറെ ഒരു പുതിയ പുസ്തകം, നല്ല പുസ്തകം വേറെ ആരെങ്കിലും വായിച്ചെന്ന് പറഞ്ഞാൽ എനിക്കന്ന് ഡൗൺ ആവും. ഞാൻ ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്, അത്രയില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അത്രയില്ല. ഇപ്പൊ അന്ന് ഒരു പുതിയ പുസ്തകം വന്നിട്ട്, അന്ന് പുസ്തകം കിട്ടാനും പാടാ, കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടേ. ലൈബ്രറികളിലൊക്കെ അത്രയും ഏറ്റവും അപ്ഡേറ്റ് ചെയ്യില്ല പുസ്തകം. ഇപ്പൊ ഒരു പുസ്തകം കിട്ടാൻ, നേരത്തെ ആനന്ദ് പറഞ്ഞതുപോലെ, ഒരു ബുദ്ധിമുട്ടുമില്ല പുസ്തകം കിട്ടാൻ. അപ്പൊ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള. ഇപ്പൊ ഞാൻ വായിച്ച് ഇതിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, അവർക്കെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വായനയിൽ. ഞാൻ എൻ്റെ 1-2 ചെറിയ അനുഭവം പറയാം. ചെറുതല്ല, എൻ്റെ ജീവിതത്തിലെ വലുതാണ്. ഞങ്ങൾ വീട്ടിൽ 5-6 മക്കളുണ്ട്. അമ്മയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ. അമ്മയുടെ മടിയിൽ കിടക്കാൻ ഒരു തർക്കമുണ്ട്, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമൊക്കെ അന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞാൻ കിടക്കും. ഈ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോഴാണ് കഥകൾ കേൾക്കുന്നത്. കഥകളുടെ കേട്ടാണ് എല്ലാ അമ്മമാരും മുത്തശ്ശിമാരും മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഇപ്പൊ അത് ചെയ്യുന്നില്ല. എനിക്ക് അവരോടൊക്കെ ഭയങ്കര പരാതിയാണ്. അപ്പൊ അവര് കഥകൾ പറഞ്ഞു തരും. അത് അവര് സ്കോളേഴ്സ് ആയിട്ടൊന്നും അല്ല, അവര് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അവരുടെ കഥകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു തരും. അപ്പൊ എനിക്ക് എൻ്റെ അമ്മ രാമായണം പറഞ്ഞു തരും, മഹാഭാരതത്തിലെ കഥകൾ പറഞ്ഞു തരും. അപ്പോ ഭയങ്കര ഓർമ്മയാണത്, കണ്ണു നിറയും. കാരണം എന്താ, വാത്സല്യം കൊണ്ട്, വാത്സല്യമാർന്ന വിരലുകൾ കൊണ്ട് നമ്മുടെ നെറുകയിലൂടെ ഇങ്ങനെ തലോടിക്കൊണ്ടാണ്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, ഞാനത് ഓർക്കുമ്പോൾ കണ്ണു നിറയും. ആ തലയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടാണ് ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കഥകൾ കേട്ടാണ് നമ്മൾ വായനയുടെ ലോകത്തേക്ക് നമ്മൾ കാലുവെക്കുന്നത്. അമ്മ പറഞ്ഞു തന്ന രാമായണത്തിനും മഹാഭാരതത്തിനും അപ്പുറം നമ്മൾ പിന്നെ സി രാജഗോപാലാചാര്യയുടെ മഹാഭാരതം വായിച്ചു. പിന്നെ മഹാഭാരതത്തിന്റെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വായിച്ചു, ഇല്ലേ? ഒരുപാട് എഴുത്തുകാരുണ്ട് ഇങ്ങനെ ഈ പല ഇതും എഴുതിയിരിക്കുന്ന ഈ ഇതിഹാസങ്ങളെ
അവരുടേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ആളുണ്ട്, ഇഷ്ടംപോലെ ആളുണ്ട്. ശിവജി സാവന്ത് ഉണ്ട്. ആരാണ്? വലിയ എഴുത്തുകാരനാണ്, മറാഠി എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ആദ്യം മഹാഭാരതത്തിലെ കർണൻ എന്നുള്ള കഥാപാത്രത്തെ മൃത്യുഞ്ജയ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. അതിമനോഹരമാണ് കർണൻ, വായിച്ചാൽ കരഞ്ഞു പോകും. അതുപോലെ കർണനെ വായിച്ചിട്ടുണ്ടല്ലേ? ഗുഡ്. അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം എന്നറിയാമോ? അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകള് ട്രാൻസ്ലേറ്റ് ചെയ്തു. ശിവജി സാവന്തിന്റെ യുഗാന്തരം, ശ്രീകൃഷ്ണനെ പറ്റിയാണ് എഴുതിയിരിക്കുന്ന പുസ്തകം. പിന്നീട് MT ഭീമനെ കുറിച്ച് എഴുതി, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് കഥകൾ ഈ ഇതിഹാസങ്ങളെ കുറിച്ച് എഴുതി. ഇപ്പൊ ബൈബിളിനെ കുറിച്ച് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. കില്ലിംഗ് ജീസസ് പുസ്തകം വായിക്കണം നിങ്ങൾ. ബ്രയൻ ഓർലി എഴുതിയതാണ് കില്ലിംഗ് ജീസസ്. അദ്ദേഹം തന്നെ കില്ലിംഗ് കെന്നഡി എഴുതിയിട്ടുണ്ട്. ബ്രയൻ ഓർലിയുടെ അതിമനോഹരമായ പുസ്തകമാണ് ഈ കില്ലിംഗ് ജീസസ്. റേസ സെലറ്റ് എഴുതിയിട്ടുണ്ട്. സെലറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. റേസാസ്ലം ഹിന്ദു എഴുതിയിട്ടുണ്ട്, മുസ്ലിം എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യൻ എഴുതിയിട്ടുണ്ട്. ഷിഫ്റ്റ് ചെയ്താണ്, കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന ആളാണ്. അതിമനോഹരമായ പുസ്തകമാണ് സെലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വലിയ പത്രപ്രവർത്തകനുണ്ട് TJS ജോർജ്, അദ്ദേഹത്തിന്റെ മകനുണ്ട് ജി തൈൽ എഴുതിയ ആദ്യത്തെ പുസ്തകം എന്ന് പറയാമോ? നർക്കോപോളിസ്, ഡ്രഗ്സിന്റെ ഇതൊക്കെ പറഞ്ഞു. അദ്ദേഹം എഴുതിയ അവസാനത്തെ ഒരു പുസ്തകം നെയിംസ് ഓഫ് ദ വിമൻ. അവസാനം അതല്ല, അതിന് മുമ്പ് ഒരു പുസ്തകം നെയിംസ് ഓഫ് ദ വിമൻ ഉണ്ട്. അത് ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ബൈബിൾ വായിക്കുക, രാമായണം വായിക്കുക, മഹാഭാരതം അറിയുക, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് വായിക്കുക, കഥാപാത്രങ്ങളെ കുറിച്ച് വായിക്കുക. അതാണ് വായനയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. കേട്ടാ, ജീത്ത് തൈലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഫാദറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പേരൻസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ വർഷം 2-3 പുസ്തകം വായിച്ചു. ഒന്ന് മദരമേരി, അവരുടെ അമ്മയെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും എഴുതിയിരിക്കുന്ന. ഇത് ജീത്തയിൽ എഴുതിയിരിക്കുന്ന ആ ലേറ്റസ്റ്റ് പുസ്തകം അദ്ദേഹത്തിന്റെ പാരന്റ്സിനെ കുറിച്ച് കൂടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. പിന്നെ ഗബ്രിയേൽ ഗാർഷിയെ മർക്കേസിനെ കുറിച്ച് മകൻ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം, ഗുഡ് ബൈ ഗാബോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം. 3 പുസ്തകം മക്കള് പേരൻസിനെ കുറിച്ച് എഴുതിയ പുസ്തകം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പുസ്തകത്തിന്റെ അങ്ങനെയാണ് വായനയിലേക്ക് നമ്മൾ വന്ന്, പിന്നെ നമ്മൾ കഥകൾ വായിക്കാൻ, കവിതകൾ വായിക്കാൻ, നോവലുകൾ വായിക്കാൻ. അപ്പൊ മലയാളിയും ഒക്കെ സമ്പന്നമാണെന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ ഈ മലയാളത്തിലെ പഴയ പുസ്തകങ്ങൾ വായിക്കണം, മലയാളത്തിലെ പഴയ നോവലുകൾ വായിക്കണം, നല്ല കഥകൾ വായിക്കണം, ഇത് വായിക്കണം. പിന്നെ ഇംഗ്ലീഷിലേക്കാണ് പിന്നെ എല്ലാവരും പോകുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ഗുണമുണ്ട്, ലോകത്തിലുള്ള എല്ലാ ഭാഷകളിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ഉണ്ട്, അല്ലേ? വലിയ ജാപ്പനീസ് എഴുത്തുകാരുടെ ഉണ്ട്, ബൾഗേറിയൻ എഴുത്തുകാരുടെ ഉണ്ട്, എല്ലാവരുടെ ഉണ്ട്. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? അപ്പൊ ഞാൻ പറയും, ഓർഹാൻ പാമുക്ക് എന്ന് പറയുന്ന ടർക്കിഷ് എഴുത്തുകാരനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്, എല്ലാ പുസ്തകവും. അപ്പൊ ഓരോരുത്തർക്ക് ഉണ്ടാവും, ചിലർക്ക് മർക്കേസിനെ ഇഷ്ടമായിരിക്കും, അതുപോലെ നല്ല എഴുത്തുകാർ, ബാക്കിയുള്ളവരെയൊന്നും ഇഷ്ടമൊന്നല്ല അല്ലെന്നല്ല, അവരെയൊക്കെ ഇഷ്ടവും ആദരവും ബഹുമാനവുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഇതുണ്ട്. ഇപ്പൊ മർക്കേസിന്റെ 100 Years of Solitude, ഞാൻ വേറൊരു നല്ല പുസ്തകം വായിച്ചു. ഒരു ജാപ്പനീസ് നോബൽ ലോറേറ്റ് ആയിരുന്ന ആള്, എനിക്ക് ആ ജാപ്പനീസ് പേര് എപ്പോഴും വരില്ല, ഇഷിഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിപ്പോ നോക്കിക്കോ. റിമൈൻഡ്സ് ഓഫ് ദ ഡേ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പിന്നെ നമ്മൾ വായനയിൽ വേറൊരു കാര്യം ചെയ്യാം. വായനയ്ക്ക് കൂട്ടുകാർ വേണം, ഗ്യാങ് വേണം. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഷ് വായിക്കേണ്ടി വരില്ല. അപ്പം നമ്മുടെ ടേസ്റ്റ് അറിയാവുന്ന ഗ്യാങ്ങിനെ ഉണ്ടാക്കണം. ഇപ്പം എനിക്കതുണ്ട്. ഇപ്പം മലയാള പുസ്തകങ്ങൾ വായിക്കുന്നതിന് എനിക്കൊരു നല്ല ടീമുണ്ട്. അപ്പം അവർ പറയും, ഇത് തനിക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അവർ വാങ്ങിച്ച് പുസ്തകം അയക്കും, ചിലപ്പോൾ പറയും ഇത് വായിച്ചോ എന്ന് പറയും. അപ്പൊ ചിലർ പറഞ്ഞാൽ എനിക്കറിയാം വായിച്ചോ എന്ന് പറയും. ഹിസ്റ്ററി വായിക്കും. അപ്പൊ ഹിസ്റ്ററി വായിക്കാനുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് തമാശയാണ്. എനിക്ക് നിങ്ങളുടെ പ്രായത്തിൽ ഹിസ്റ്ററി ഇഷ്ടമല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്കൊക്കെ മേടിക്കില്ല, രക്ഷയില്ല. പാനിപ്പട്ട് യുദ്ധം നടന്നത് ഈ വർഷമാണ്, പ്ലാസി യുദ്ധം നടന്നത്, ഇതെല്ലാം കാണാതെ പഠിക്കണം, ബോറാണ്. പക്ഷെ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. അന്ന് പ്രീ ഡിഗ്രിയാണ്, നിങ്ങളുടെ +2. എന്നോടൊരു അധ്യാപകനാണ് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ടു എന്നോട്. എന്നിട്ട് പറഞ്ഞു, നീ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കണം എന്ന് പറഞ്ഞു. നെഹ്റുവിൻ്റെ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ. ഞാൻ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ച് തളർന്നുപോയി.
അത് പ്രോസല്ല, കവിതയാണ്. ലോക ചരിത്രത്തെക്കുറിച്ച് അതിമനോഹരമായി, കൈവെള്ളയിലാണ് അദ്ദേഹത്തിന്റെ ലോകചരിത്രം, അതിമനോഹരമായി എഴുതിയ പുസ്തകം വായിച്ചാണ് ഞാൻ ചരിത്ര വായനക്കാരനായത്. പിന്നെയാണ് ചരിത്രം വായിച്ചു തുടങ്ങിയത്. ഓരോരുത്തരും നമ്മൾ ഓരോ എഴുത്തുകാരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതുവരെ ചരിത്രം ചരിത്രം വായിക്കും. ചരിത്രം നമ്മൾ നമ്മുടെ ഗതകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം, പഴയ കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. ആ കാലത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുതിയ കാലത്തേക്ക് നമ്മൾ മുന്നോട്ട് തുടരുമ്പോൾ പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ 2 മേഖല തിരഞ്ഞെടുത്തു ചരിത്രമൊക്കെ വായിക്കുന്നതിൽ. ഒന്ന്, ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിലുള്ള കാലത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഹോളോകാസ്റ്റ് ലിറ്ററേച്ചറൊക്കെ ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട്. അപ്പം എനിക്കൊരു ഗ്യാങ്ങുണ്ട്, ആ പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കും. ആ കാലത്തെ അതിനെപ്പറ്റിയുള്ള സിനിമകൾ കാണും. പിന്നെ ഞങ്ങൾ യൂറോപ്പിൽ പോകുമ്പോൾ ആ സ്ഥലങ്ങൾ പോയി കാണും. ചില ഈ 10-15 ലക്ഷം പേരെയൊക്കെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ അടച്ച് കൊന്ന സ്ഥലം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥലത്ത് പോയി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും, സങ്കടം വരും നമുക്ക്. 10-15 ലക്ഷം പേര് കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ചരിത്രത്തിന്റെ അത്. പിന്നെ മുഗൾ ഹിസ്റ്ററി വായിക്കും, അതിന് വേറെ ഗ്യാങ് ഉണ്ട്. ഞാൻ നിങ്ങൾ ഗ്യാങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഇഷ്ടമുള്ള ആളല്ലേ. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ഇതെല്ലാം പുസ്തകം വായിക്കണം, നിങ്ങൾ തമ്മിൽ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങളുടെ ആംഗിൾ പറയണം, മറ്റേയാളുടെ ആംഗിൾ പറയണം. അപ്പൊ ഒരു ടീം ബിൽഡ് ചെയ്യണം വായിക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ഏരിയയാണ് നമുക്ക്, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തന്നെ. അപ്പൊ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഈ 5-6-7 പേര് മതി. 6-7 പേരുണ്ടെങ്കിൽ നല്ല ആള്. പക്ഷെ ദ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇതിനുള്ള താല്പര്യമില്ലാത്ത ആളിലേക്ക് അതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ പോയി. നമുക്ക് ഇഷ്ടമുള്ള ആളായിരിക്കും, പക്ഷെ ഇത് വേറെ ഇഷ്ടമുള്ളവരെ കയറ്റില്ല അതിൻ്റെ അകത്ത് ഗ്യാങ്ങിൽ. പിന്നെ ഫിനാൻസ് വായിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഫിനാൻസ് ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഞാൻ MLA ആയി അസംബ്ലി ചെന്നപ്പോഴാണ്, അതിനുമുമ്പ് ഒന്നും അറിയില്ല, ABCD അറിയില്ല. ചെന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സാണ് അസംബ്ലിയിൽ 1, 2 ഫിനാൻഷ്യൽ ബിസിനസ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് ഞാൻ വക്കീലൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകണം, വലിയ അറിവൊന്നുമില്ലെങ്കിലും വക്കീലാണല്ലോ. 2 ഇതൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഫിനാൻസ് പഠിക്കാൻ തുടങ്ങി, കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ ബജറ്റ് വായിക്കാൻ തുറന്നു വച്ചപ്പോഴും ആലോചിച്ച്, പണ്ട് പഠിച്ചു തുടങ്ങിയതുകൊണ്ടാണ് 25 വർഷം മുമ്പ്. അപ്പൊ എല്ലാ ബുക്കും അപ്ഡേറ്റ് ചെയ്ത് ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഏറ്റവും ലോകത്തിറങ്ങുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങൾ, ഇപ്പോ യാനിസ് വറാഫാക്കിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അതേ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റുള്ള ഒരാളാണ്. ഈ 2008 റിസഷൻ വന്നല്ലോ. റിസഷൻ വന്നപ്പോൾ ലോകത്തെ ഏറ്റവും താഴേക്ക് പോയ 2 രാജ്യങ്ങളാണ് ഗ്രീസും അയർലൻഡും. അപ്പൊ ഗ്രീസിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്കുകാരാണ് ഇയാളെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അവിടെ കൊണ്ടുവന്നു. അയാൾ എഴുതിയ അതിമനോഹരമായ പുസ്തകങ്ങളുണ്ട്. അതിൽ ഫാദറിന് എഴുതിയ കത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തന്നെ മകൾക്ക് അയച്ചൊരു 14 വയസ്സായ മകൾക്ക് അദ്ദേഹം അയച്ചൊരു കത്ത്, ഒരു നല്ല പുസ്തകമുണ്ട് ഫിനാൻസിനെ കുറിച്ച്. നിങ്ങൾക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 14 വയസ്സായ അയച്ച കൊച്ചിനയച്ച പുസ്തകമാണ്. പിന്നെ ഇപ്പൊ ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന അദ്ദേഹം ഒരു പുസ്തകം ഇറങ്ങി. ഇപ്പൊ നമ്മുടെ രഘുറാം രാജൻ, അതുപോലെ ഉള്ള ഒരുപാട് എഴുത്തുകാർ, ഇങ്ങനെ ഓരോ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഇദ്ദേഹം സംസാരിച്ചപ്പോ 2 പുസ്തകം പറഞ്ഞു, എഴുത്തുകാരുടെ പേര് പറഞ്ഞില്ല. ഒന്ന് ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയണത് ചാൾസ് ഡീക്കൻസിന്റെ അല്ലെ. പിന്നെ പറഞ്ഞ പുസ്തകം 3 മസ്കറ്റേഴ്സ് ആരുടെയെന്നറിയോ? അലക്സാണ്ടർ ഡ്യൂമാസിന്റെ അല്ലെ. ഞാൻ ചെറുപ്പത്തിലെ നിങ്ങളുടെ പ്രായത്തിൽ വായിച്ച 2 പുസ്തകമാണ്. ഈ വായിച്ച പറഞ്ഞപ്പോൾ ഭയങ്കര രസം തോന്നി. നമ്മൾ വായിച്ച പുസ്തകം വേറെ ആൾ പറയുമ്പോൾ നമുക്കൊരു ഈ 2 പുസ്തകവും ഞാൻ അന്ന് വായിച്ച 3 മസ്കറ്റേഴ്സും അതുപോലെ. എന്നുവെച്ചാൽ ഒരു ഈ +2 മനസ്സിലായില്ലേ, ആ ഡിഗ്രി ആ സമയത്തൊക്കെ. അല്ലാതെ ഒന്നുമില്ല. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്, ഇപ്പനങ്ങാട് ഹൈസ്കൂളിൽ. വലിയ പാടായിരുന്നു ഇംഗ്ലീഷ് വായിക്കാനല്ല, നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുമായിരുന്നു. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, മറിച്ചാണ് ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് പറയണവരെ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവർ പറഞ്ഞത്. കാരണം നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരും മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച് നല്ല ഗ്രാമറൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൂടി, നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ ചിലപ്പോൾ ഗ്രാമറൊക്കെ പോവുമല്ലോ. അപ്പൊ കോൺഫിഡൻസ്. പിന്നെ വായിക്കാൻ തുടങ്ങുമ്പോൾ വായനയ്ക്ക് ഒരു സ്പീഡ് ഉണ്ട്. അത് നമ്മൾ നന്നായി വായിച്ചാൽ വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റും. ഒരു ഫോട്ടോഗ്രാഫിക് സ്കാൻ ചെയ്തിട്ടുള്ള ഒരു വായനയുണ്ട് സ്പീഡിൽ. അപ്പൊ ഞാനിപ്പോൾ ഒറ്റിരിപ്പിരിക്കുകയാണ്, എനിക്കൊരു 100 പേജ് മലയാളം വായിക്കാൻ പറ്റും. ഒരു ഇംഗ്ലീഷ് ഫിക്ഷൻ ആണെങ്കിൽ ഒരു 60-65 വായിക്കാൻ പറ്റും.
സമയമാണ് വേറൊരു പ്രശ്നം. ചോദ്യം ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ലോകത്ത് എനിക്കൊരു അനുഭവം പറയാം. ഞാൻ 19 വയസ്സുള്ള സമയത്ത് കൊച്ചിൻ പോർട്ടേഴ്സ് ചെയർമാനാണ് CTN ജയചന്ദ്രൻ. അദ്ദേഹം വലിയ വൈസ് ചാൻസലറൊക്കെ വലിയ ആളാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കുറേ നേരം സംസാരിച്ചു, കുറേ ബുക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും തിരക്കുള്ള ആൾ ഇത്രയും പുസ്തകം വായിക്കണം എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ചില സാധനങ്ങൾ നമ്മൾ ഹൃദയത്തെ കുറിച്ചിടും. എന്നോട് പറഞ്ഞ വാക്കാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കണം. കാരണം അതിൻ്റെ ഒരു സമയം, നമ്മൾ അതിനോടുള്ളൊരു താല്പര്യവും അതിനുവേണ്ടി നമ്മൾ സമയം പ്രത്യേകമായിട്ട് മാറ്റിവെക്കുന്നതാണ്. ആ സമയം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ഞാൻ പറയട്ടെ, നിങ്ങൾ നന്നായി പഠിക്കണം, നിങ്ങൾ നന്നായി കളിക്കണം, നിങ്ങൾ വീട്ടുകാരുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ ഇതിനും കൂടി ഒരു സമയം കണ്ടെത്തണം. ഞാനൊരു പുസ്തകം തുറന്നു കഴിഞ്ഞാൽ എനിക്കൊരു 25 പേജ് വായിക്കുമ്പോൾ അറിയാം ഏത് സ്പീഡിൽ പോകുന്നു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്യും ഒരു ദിവസം 75 പേജ്. അപ്പോൾ ചിലപ്പോൾ ഒരു 400 പേജ് ആയിരിക്കും. അപ്പൊ 5 ദിവസം കൊണ്ട് ഈ പുസ്തകം വായിച്ചു തീർക്കും. അപ്പൊ രാത്രി ഇപ്പോൾ ചിലപ്പോൾ യാത്രയിൽ വായിച്ചു പോരും, ചിലപ്പോൾ ട്രെയിനിലാണെങ്കിലോ പ്ലെയിനിലൊക്കെ ആണെങ്കിലോ വായിച്ചു പോകും. വായിച്ചു തീർന്നില്ലെങ്കിൽ രാത്രി എത്ര വന്നിട്ടാണെങ്കിലും അത് വായിച്ചിട്ടേ കിടക്കുള്ളൂ. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാണ്, തലേ ദിവസത്തെ കടമുണ്ട് തീർക്കാത്തത്, പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എന്നിട്ട് അത് വായിച്ചു തീർക്കും. അത് നമ്മളൊരു ചിട്ട പോലെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് നന്നായി പുസ്തകം വായിക്കാൻ പറ്റും, സമയം ഇത് ചെയ്യാൻ പറ്റും. ഇത് ഞാനീ പറഞ്ഞത് അങ്ങനെ വലിയ ത്യാഗവും മറ്റോന്നല്ല, കുറച്ച് വായിക്കണം എന്നുള്ളൊരു വാശി. രണ്ടു ദിവസം വായിച്ചില്ലെങ്കിൽ 3-ാമത്തെ ദിവസം താഴേക്ക് പോകും, ഡൗൺ ആവും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം കിട്ടും. ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അപ്രോച്ച്. ഏത് ലോകത്തിൽ ചെന്നാലും ഏത് രംഗത്ത് ചെന്നാലും യു ഷുഡ് ബി എ ലീഡർ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരുന്നു. അതിന് പൊളിറ്റിക്കൽ ലീഡർ മാത്രമല്ല ലീഡർ എന്ന് പറയുന്നത്. നല്ല ബിസിനസ്സുകാരനായാൽ, അല്ലെങ്കിൽ കമ്പനിയുടെ CEO ആയാൽ, അല്ലെ, ഏത് സെക്ടറിൽ പോയാലും ഏത് പ്രൊഫഷനിൽ പോയാലും, നല്ലൊരു അധ്യാപകനായാൽ, എല്ലാത്തിനും നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. നമ്മളെങ്ങനെ ലീഡർഷിപ്പിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എങ്ങനെ? അറിവ് കൊണ്ടും സമീപനം കൊണ്ടും ഒക്കെയാണ്, അല്ലെ. നമ്മൾ ഈ വായിക്കുന്നതൊക്കെ നമ്മുടെ ഒരു ക്യാരക്ടറിനെ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കും, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കും. നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു സിമ്പതി ഉണ്ടാവും. നമ്മൾ പറയില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഞാനൊരു വാചകം അറിയാതെ നാവിൽ നിന്നൊന്ന്, ഗവേണൻസ് വിത്ത് എംപതി എന്ന് പറഞ്ഞു. നമ്മൾ ഭരിക്കുകയൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഒരു മൂല കാരണം എന്താകണം? മറ്റുള്ളവരോടുള്ള ഒരു എംപതി ആയിരിക്കണം നമ്മൾ എല്ലാ കാലത്തിലുള്ള ഒരു ഇത് വേണം. അതൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ കാണും. അതിനൊക്കെ വായന സഹായിക്കും. കഥാപാത്രങ്ങൾ ഇല്ലേ, ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയാസ്. ഇവര് ക്രിയേറ്റീവ് അല്ലേ, എഴുത്തുകാർ ക്രിയേറ്റീവ് അല്ലേ. ഓരോ സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യാണ്. ചിലപ്പോൾ നമുക്ക് തൊട്ടടുത്തിരിക്കുന്നതായിട്ട് തോന്നും കഥാപാത്രം. എന്നാൽ ചില ക്യാരക്ടർ നമ്മുടെ കൂടെ വരും. ഏത് പുസ്തകം മടക്കി വെച്ചാലും ആള് നമ്മുടെ കൂടെ സഞ്ചരിക്കും, ഇല്ലേ. കൂടെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരനായി നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ എന്തുമാത്രം കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിച്ചവരുണ്ട്. അപ്പൊ എഴുത്തുകാരെന്ന് പറയുന്നത് അവർക്ക് ദൈവത്തിന്റെ വരദാനമാണ്. എഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു കഴിവ്. എനിക്ക് അത്ര ഇഷ്ടമല്ല, മറ്റേ അസൂയ വരും ഇടയ്ക്ക് കാണുമ്പോൾ, എഴുത്തുകാരെ കാണുമ്പോൾ. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വായനയുള്ള സമയത്ത് ഇപ്പൊ രമേശ് പിഷാരിനെയൊക്കെ കാണുമ്പോൾ, സിനിമാ താരങ്ങളെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് തൊട്ടു നോക്കാൻ തോന്നും, അല്ല. ഒരു സിനിമ നല്ല ഇഷ്ടപ്പെട്ട സിനിമ, തെറ്റെന്താ, ഒന്ന് കൈ പിടിക്കാൻ തോന്നും, അല്ലെ, കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നും. ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഉണ്ട് ആഗ്രഹം, പക്ഷെ നമുക്ക് എഴുത്തുകാരോടും ഉണ്ടായിരുന്ന ആഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പാണ്ഡവപുരം എന്ന് പറയുന്നൊരു മലയാളം നോവലുണ്ട്. സേതു എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ എഴുതിയാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡവപുരം വായിച്ച് ഞാൻ ആദ്യം വായിച്ചപ്പോൾ കുറച്ച് മനസ്സിലായി, രണ്ടാമത് വായിച്ചപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി. എനിക്ക് അദ്ദേഹത്തെ തൊട്ട് നോക്കണം എന്ന് തോന്നി. അന്ന് നാളെ പോയി തുടരണം തോന്നി. എങ്ങനെ? ഈ ആളോടെ കൈയൊന്ന് പിടിക്കണം,
ഈ പുസ്തകം എഴുതിയ ഒരാളെ. കാരണം അന്നത്തെ എഴുത്തിൽ നിന്നുള്ളൊരു ഡീവിയേഷനാണ് അന്ന് നമ്മുടെ കാലത്ത്. അപ്പോൾ ഞങ്ങൾ ഉടനെ കൂടി സേതുവിനെ കുറിച്ച് ചർച്ച ചെയ്യും. അവസാനം ഞാൻ MLA ഒക്കെ ആയിക്കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു മറുപുറം എന്ന് പറയുന്ന പുസ്തകം തോമസ് ഐസക് അന്ന് ധനകാര്യമന്ത്രി എനിക്ക് തന്നുകൊണ്ടാണ് റിലീസ് ചെയ്തത്. അപ്പൊ ഞാൻ അന്ന് സേതുവേട്ടനെ കുറിച്ച് പറഞ്ഞു. സേതുവേട്ടനെ തൊടാൻ ആഗ്രഹിച്ച ഒരാൾ സേതുവേട്ടന്റെ പുസ്തകം ഏറ്റുവാങ്ങി റിലീസ് ചെയ്യാൻ ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ എഴുത്തുകാരെ നമ്മൾ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും ഒക്കെ നോക്കി കാണണം. അവരിപ്പോ നമുക്ക് എത്ര എഴുത്തുകാരുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരുടെ നമ്മുടെ ലെഗസിയാണത് അല്ലേ. നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെ ഞാൻ പറയും പ്രധാനമന്ത്രി ആയില്ല, രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ നോബൽ ലൊറേറ്റ് ആവുമായിരുന്ന ഒരു എഴുത്തുകാരനാവുമായിരുന്നു, സംശയമൊന്നുമില്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ അതിമനോഹരമായിട്ടാണ് വാക്കുകൾ എന്ന് പറയുന്നത്. എനിക്ക് നെഹ്റുവിന്റെ പ്രസംഗങ്ങൾ കളക്ട് ചെയ്യലായിരുന്നു പഴയ ജോലി എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഒരാൾ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, ബർത്ത്ഡേസ് ആർ ദി അൺപ്ലസന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിങ് ഏജ്. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയോട് KG ക്ലാസ്സിൽ പഠിക്കണ എന്നും എന്റെ ബർത്ത്ഡേ എന്ന് പറയും ഇല്ലേ, ഭയങ്കര സന്തോഷം ബർത്ത്ഡേ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴാ ഇറ്റ് ഈസ് ആൻ അൺപ്ലസന്റ് റിമൈൻഡർ ഓഫ് അവർ അഡ്വാൻസിങ് ഏജ്. എന്ത് മനോഹരമായിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലേ, അൺപ്ലസന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിങ് ഏജ്. അങ്ങനെ കവിത തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ പറ്റും. ഭയങ്കര രസകരമായിട്ട് മറുപടി. അത് എഴുത്തുകാരന്റെ ഒരിതുകൂടിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അഭിസംബോധന. ഇപ്പൊ ഒരാൾ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു 3 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് മനസ്സിലാകും വായന ഉണ്ടാവും. വായനയുള്ള ഒരാൾ സംസാരിക്കുന്നതും വായന ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. പെട്ടെന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നല്ല വായന എന്ന് പറയുന്നത് അതാണ്, ആശയങ്ങളുടെ ലോകത്തേക്ക്, അറിവിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്തുള്ള പുതിയ അറിവുകൾ, അത് വലിയതാണ്. ഇപ്പൊ എനിക്കും പേടിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോ അതിനെക്കുറിച്ചൊക്കെ ബ്യൂറോയിലേക്ക് ക്ഷീണിച്ചു പോയില്ലേ നിങ്ങളുടെയൊക്കെ മുമ്പിൽ. അപ്പൊ ഞാൻ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കൊക്കെ വായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ബുക്കുകൾ ഏതൊക്കെ അറിയോ? ഹരാരി എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹോമോസേപ്പിയൻസ് എഴുതിയ ആള് അല്ലേ, യുവാൽ നോവ ഹരാരി. വായിച്ചിട്ടില്ലേ? ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട്. രണ്ടാമത്തെ പുസ്തകമല്ല, ഹോമോഡ്യൂസ്. മൂന്നാമത്തെ പുസ്തകമുണ്ട്, 21st century 21 lessons അല്ലേ. നാലാമത്തെ പുസ്തകമാണ് മോൻ പറഞ്ഞ നെക്സസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റേ കേഴ്സ്വെൽ ഉണ്ട്, ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്ടാ. ഏതാ അദ്ദേഹത്തിന്റെ പുസ്തകം? സിംഗുലാരിറ്റി ഈസ് നിയറർ. അപ്പോ നമുക്ക് പേടിയാവുന്ന വായിക്കുമ്പോ പറയും ഈ ഡെക്കേഡിന്റെ അവസാനം എത്തുമ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പത്ത് ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഈവൻ ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജന്റ് ആവും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് ബൈപ്പാസിംഗ് ദ ഇന്റലിജൻസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. നമ്മൾ എന്തെല്ലാം സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നെക്സസിൽ പറയുന്നുണ്ട് എന്താണ്, കടാര, നൈഫ്, ഭയങ്കര കുഴപ്പമല്ലേ. ഒറ്റയ്ക്ക് ഈ ടേബിളിൽ വെച്ചല്ല, ഒരു കുഴപ്പമില്ല, പാവമാണ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കില്ലോ? ഇല്ല. ഫുൾ ലോഡർ റിവോൾവർ ഇവിടെ വെച്ചാലോ? എഴുന്നേറ്റ് ആരെങ്കിലും വെടിവെച്ചുവല്ലോ? ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം അല്ലെ. ബോംബാണ് ഏറ്റവും വലിയ കുഴപ്പം മനുഷ്യനുണ്ടാക്കിയേക്കണേൽ. ഒറ്റയ്ക്ക് പ്ലെയിനിൽ കയറി യുക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുവോ? നോ. പക്ഷെ അതല്ല ഈ സാധനം നമ്മുടെ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്താൽ അതാണ് ഒരു പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ലോകം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏജിങ്ങിനെ കുറിച്ച്, ഏജിങ്, ഡെമോഗ്രാഫിക് ചേഞ്ച്. ഇന്നലെ ഞാൻ ആ ബജറ്റ് തയ്യാറാക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് കേരളത്തെ കാര്യം. കേരളത്തിന്റെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മീൻസ് ഈ ജനസംഖ്യ കൊണ്ട് ഏറ്റവും കൺസ്ട്രക്റ്റീവായി നിൽക്കുന്ന
അത് ആരാ? നിങ്ങളൊക്കെ തന്നെ. 60-65% യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതാണ് കേരളത്തിന്റെയും രാജ്യത്തിന്റെയൊക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടിന്നായിക്കൊണ്ടിരിക്കുക. ടിൻ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളവര് കാനഡയിലേക്കും അവിടേക്കും ഇവിടേക്കും ഒക്കെ പഠിക്കാനൊക്കെ ബ്രെയിൻ ഡ്രെയിനിന്റെ ഭാഗമായിട്ട് പോകുന്നു. ഏജിങ് പോപ്പുലേഷന്റെ പ്രശ്നം എന്താ? അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നു. അപ്പൊ ഈ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് ചേഞ്ച് അതാണ്. ഈ പോപ്പുലേഷൻ കൂടുകയും മറ്റത് തിന്നാവുകയും ചെയ്യാം. അപ്പൊ അത് കേരളം പഠിച്ചിട്ടില്ല. അതാണ് എൻ്റെ ആക്ഷേപം. ഡെമോഗ്രാഫിക് ചേഞ്ചസ് കേരളം പഠിച്ച് അതുകൂടി അഡ്രസ് ചെയ്തിട്ടാണ് ഇന്നലെ ബജറ്റ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ അതൊക്കെ നമുക്ക് ആ ആശയങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ വായനയിൽ നിന്നാണ് കിട്ടുന്നത്. ആ ആശയം കിട്ടുന്നത്. എനിക്ക് ആ ആശയം കിട്ടിയത് ആ വായനയിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള വാക്ക്, ഡെമോഗ്രാഫിക് ചേഞ്ച് എന്നുള്ള വാക്ക്, ഈ പോപ്പുലേഷൻ തിന്നാവുകയാണെന്നുള്ള ആശയം, മറ്റത് കൂടുകയാണെന്നുള്ള ആശയം പോയി. ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സീനിയർ സിറ്റിസൺസിന് വേണ്ടി കേരളത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യം, ഞാൻ ജപ്പാനിലെ സിൽവർ ഇക്കോണമിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ പറയാ, സിൽവർ ഇക്കോണമി എന്ന് പറയുന്ന സാധനമുണ്ട്. സിൽവർ ഇക്കോണമി എന്താ? ഇതാണ് സിൽവർ. ഇത് സിൽവറാണ്. അതായത് സിൽവർ ഇക്കോണമി. മനസ്സിലായില്ലേ? വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്. അത് പറയുന്നത് ഒരു ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വെൽഫെയർ പ്രോജക്റ്റ് ഒന്നല്ല. അവരെ കൺസ്ട്രക്റ്റീവ് ആക്കുകയാണ്. അവരും കൂടി ഈ നേഷൻ ബിൽഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അവർക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, എഴുന്നേറ്റ് നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, ആശയങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അവരുടെ അനുഭവങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമാക്കി മാറ്റണം, അല്ലെ? അതിനെ കൺവേർട്ട് ചെയ്യണം. അവർക്ക് കുറെ ആനുകൂല്യങ്ങൾ കൊടുത്തോണ്ടല്ല നമ്മൾ ഇത് സിൽവർ ഇക്കോണമി ചെയ്യണം. അത് ഇക്കോണമി കൂടിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ വായിച്ചപ്പോഴാണ് ആശയം വന്ന്. അപ്പൊ ഞാൻ ഓർത്ത് കേരളത്തിൽ അത് വേണ്ടേ. അതുപോലെ മാരിടൈം ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്. മാരിടൈം ഹിസ്റ്ററി വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ മാരിടൈം ഹിസ്റ്ററി വായിച്ചു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പഴയ കാലത്തുള്ള യാത്രകൾ. ഇപ്പൊ ഈ കേരളത്തിലേക്ക് തന്നെ ആദ്യം പോർച്ചുഗീസുകാർ വന്നു 1498-ൽ, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ഏതെല്ലാം മാരിടൈമാണ് ഇതെല്ലാം റൂട്ട്, അല്ലെ? പ്ലെയിനിലല്ല അന്ന് വരുന്നത്, ഈ റൂട്ടാണ്. അത് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഇന്നലെ മറ്റേ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ആദ്യത്തെ റിസൾട്ട് എന്താ? ഹോർമൂസ് കടലിടുക്ക് ഓപ്പൺ ചെയ്തെന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിന് മാരിടൈം ഹിസ്റ്ററിയിൽ വലിയ സ്ഥാനമുണ്ട്, ഭയങ്കര സ്ഥാനമുണ്ട്. അപ്പൊ മാരിടൈം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ഇവരൊക്കെ തമ്മിൽ നടന്നിരിക്കുന്ന ഫൈറ്റ്. ഇപ്പോ ഒരു നട്ട്മഗ് എന്ന് വെച്ചാൽ ജാതിക്ക, അമിതാവ് ഘോഷിന്റെ അതിമനോഹരമായൊരു പുസ്തകം വായിക്കണം. അതിൽ പറയുന്നത് 500 വർഷം മുമ്പ് ഇന്തോനേഷ്യയിൽ ജാവ, ഇതിന്റെ തൊട്ടപ്പുറത്ത് ബണ്ട ഐലൻഡ് ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയുടെ അപ്പുറത്ത് ആ ബണ്ട ഐലൻഡിൽ മാത്രമേ ജാതിക്ക ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു പാലസ് മേടിക്കായിരുന്നു. 1 കിലോ ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു ഷിപ്പ് മേടിക്കായിരുന്നു. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കമോഡിറ്റി ആയിരുന്നു ജാതിക്ക, നട്ട്മഗ്. അപ്പൊ ആ ഐലൻഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡച്ചുകാർ നോട്ടൗട്ട് തുടങ്ങി. അവരവിടെ ചെന്നൊക്കെ നോക്കാൻ തുടങ്ങി. അവിടെയുള്ള പഴയ ആളുകളോട്, അവിടുത്തെ ഒറിജിൻസിനോട്. അവർ സമ്മതിച്ചില്ല. എഗ്രിമെന്റ് ഉണ്ടാക്കാൻ നോക്കി, ഇത് ടേക്ക് ഓവർ ചെയ്യാൻ നോക്കി, അവർ സമ്മതിച്ചില്ല. വൺ ഫൈൻ മോർണിംഗ് ഒരു ഡച്ച് ഫ്ലീറ്റ് ഷിപ്പ് വന്നിട്ട് ഇവരെ മുഴുവൻ കൊന്നൊടുക്കി. കുറെ പേരെ അവിടെ നിന്ന് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട്, ഈ പ്ലാന്റേഷൻ ആണെന്ന്, ലോകത്ത് മുഴുവൻ പ്ലാന്റേഷൻ ആണ്. ഇതുപോലുള്ള ആളുകൾ ഇവരെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് കൂലിപ്പണി ചെയ്യിപ്പിക്കും. കൂലിപ്പണി കൂലിയില്ല, പണി മാത്രം ചെയ്യിപ്പിക്കും അവരുടെ പ്ലാന്റേഷൻസിലൊക്കെ. അങ്ങനെ ഒരു കഥയാണ്. അതൊരു മാരിടൈം ഹിസ്റ്ററിയിലെ വലിയ. അതേ സമയത്താണ് ഡച്ചുകാർ അവിടെ ഈ പാവങ്ങളെ കൊല്ലുന്ന സമയത്താണ് കൊച്ചിയിൽ വന്ന് ഡച്ചുകാർ ഈ കൊച്ചിമ്പോട്ട് പണിത്. ഒരേ സമയമാണ്. ഞാൻ നോക്കിയപ്പോ അത് 600 കൊല്ലമാണ്, ഇത് 500 കൊല്ലമാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അപ്പൊ മാരിടൈം ഹിസ്റ്ററി വായനയിൽ നിന്നാണ് മാരിടൈം ഹിസ്റ്ററിയോടൊരു ആവേശം വന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ബജറ്റിൽ അതെന്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മാരിടൈം മ്യൂസിയം. എങ്ങനെയാണ് മനുഷ്യന്റെ യാത്ര തുടങ്ങിയത്? ഉരുവിലാണ്, അല്ലെ? ചിലപ്പോൾ തടിക്കഷ്ണത്തിലായിരിക്കും യാത്ര തുടങ്ങിയത്, വെറും തടിക്കഷ്ണത്തില്. പിന്നെ അത് ചെറിയ, അല്ലെ, വഞ്ചിയിലേക്ക് മാറി. പിന്നെ അത് വലിയ ഉരുവിലേക്ക് മാറി.
പിന്നെ വലിയ വെസലിലേക്ക് മാറി, അല്ലെ? പിന്നെ ഷിപ്പായി, പിന്നെ മദർഷിപ്പായി. ഈ യാത്രകളുടെ ഒരു ചരിത്രം, റൂട്ട്, ഇതെല്ലാം അത് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ലോകത്തിന്റെ മാരിടൈം ഹിസ്റ്ററി മുഴുവൻ കാണിക്കുന്ന ഒരു വലിയ മാരിടൈം മ്യൂസിയം. നമ്മുടെ മുസിരീസ് അങ്ങനെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ തൊട്ടടുത്ത്. 31 രാജ്യങ്ങളുമായി അവർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഓരോ പുതിയ അറിവുകളാണ്. ആ അറിവുകൾ നമുക്ക് കിട്ടുന്നത് വായനയിൽ നിന്നാണ്. എൻ്റെ മാരിടൈം ഹിസ്റ്ററി വായനയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം ഉണ്ടാക്കണം. ലോകം മുഴുവൻ വരും കാണാൻ. നിങ്ങൾ നോക്കൂ, നമ്മളത് ചെയ്തു കഴിയുമ്പോൾ ലോകം മുഴുവൻ ആളുകൾ, ഇതിനോട് താല്പര്യമുള്ള ലോകത്തെ ആളുകൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായി അതിനെ മാറ്റും. അതിനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആക്കണം. അപ്പോഴാണ് പോർട്ടിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ ഓരോ ആശയത്തിന്റെ പുറയിലും നമുക്കൊരു വായനയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഐഡിയ മാത്രമാണ്. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വായന നിങ്ങളെ മറ്റൊരാളാക്കും, വേറൊരാളാക്കും. നിങ്ങളുടെ സമീപനത്തിലും ആശയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും ഒക്കെ നിങ്ങളെ വളരെ 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 വ്യത്യസ്തരാക്കും. ആ വായനയുടെ ലോകത്തേക്ക് പോകണം. അതിനൊന്നും പഠനമൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പഠനത്തിന് കൂടിയുള്ള പിൻബലമാണ്. പഠിക്കുന്ന കാര്യം കൂടി ഈ വായനയുടെ പിൻബലത്തോടു കൂടി വളരെ നന്നായി എഴുതാൻ, നന്നായി പരീക്ഷ എഴുതാൻ, നല്ല മാർക്ക് വാങ്ങിക്കാൻ, നല്ല മിടുമിടുക്കന്മാരുമാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.